2.5 കിലോ വെയിറ്റ് വന്നിട്ടുള്ള ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ്. അത് 2 ടയറിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 2 ടയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ടിന്ന്, അതായത് താഴത്തെ ടയറിൽ എടുത്തിട്ടുള്ള ടിന്നെന്ന് പറയുമ്പോൾ 9 ഇഞ്ചും മുകളിലത്തേത് 5 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബേക്ക് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2.5 കിലോ അല്ലേ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം 1.5 കിലോ ബാറ്റർ റെഡിയാക്കിയിട്ട് ഈ 2 ടിന്നിലായിട്ട് ഒഴിച്ചിട്ട് ആദ്യം ബേക്ക് ചെയ്തെടുത്തു. അതിനുശേഷം രണ്ടാമത് പിന്നെ 1 kg ബാറ്റർ തയ്യാറാക്കിയിട്ട് അതേ ടിന്നിൽ തന്നെ ഒന്നും കൂടി ബേക്ക് ചെയ്തെടുത്തു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലെയർ കൂടുതൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും, കേക്കിന് നല്ല ഹൈറ്റും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് തലേ ദിവസം തന്നെ ഞാൻ ഫൈനൽ കോട്ടും ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോൾ 2 ടയർ ചെയ്യുന്നാലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നമ്മൾ നേരത്തെ തന്നെ കേക്ക് ഫൈനൽ കോട്ടിങ് കഴിഞ്ഞ ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത് ഓവർനൈറ്റ് സെറ്റ് ചെയ്ത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പലർക്കും പറ്റുന്നതാണ് ഈ 2 ടയർ ചെയ്യുമ്പോൾ കേക്ക് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് എടുത്ത് വെക്കാനുള്ള ബുദ്ധിമുട്ട്, കേക്ക് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യും, ആ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്നത് നമുക്ക് കറക്റ്റായിട്ട് ഈ കേക്ക് സെറ്റ് ആവാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോൾ ചെയ്താലും തലേ ദിവസം തന്നെ, നേരത്തെ വരുന്ന ഓർഡർ ആണെങ്കിൽ നമുക്ക് തലേ ദിവസം തന്നെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്ത് നല്ലോണം സെറ്റാക്കിയ ശേഷമാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇതുപോലെ എടുത്ത് വെച്ച് കൊടുക്കാം. ഞാൻ മുകളിൽ ഒരു സ്റ്റിക്കും കൂടി കൊടുത്തിട്ട് അത് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. സാധാരണ ഞാൻ അങ്ങനെയൊന്നുമല്ല, ബോർഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം അങ്ങനെ ചെയ്യാത്തതെന്ന് വെച്ചാൽ കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള കേക്കുമാണ്, വെയിറ്റും കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എപ്പോൾ ചെയ്ത് കൊടുത്താലും ഞാനിത് രണ്ടും കൂടി വെച്ചിട്ട് ഒരുപാടല്ല, പെട്ടെന്ന് ഇങ്ങനെ കേക്ക് ഇളകി പോകുന്ന രീതിയിലില്ലാതെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് തട്ടി കൊടുക്കും. കാരണം ആ 2 കേക്കും കൂടി ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തിട്ട് ഞാൻ സെൻറ്ററിൽ ഒരു പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്റ്റിക്കാണ്, അതൊന്ന് ഫുള്ളായിട്ടൊന്ന് താഴ്ത്തി ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മുന്നേ ഞാൻ, അതായത് നമ്മൾ വെയിറ്റ് കുറഞ്ഞ കേക്ക്, അതായത് 1.5 കിലോയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതേപോലെ ആദ്യത്തെ ടയറിൽ സ്റ്റിക്ക് കൊടുക്കാറില്ല, 2ലും കൂടി ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ 1-2 സ്റ്റിക്കാണ് കൊടുക്കാറുള്ളത്. ഇപ്രാവശ്യം ഞാൻ മുകളിലത്തെ ടയർ കുറച്ച് വെയിറ്റ് കൂടുതലുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ താഴത്തെ കേക്ക് ഇങ്ങനെ പ്രസ്സായി പോകാതിരിക്കാൻ വേണ്ടി, വെയിറ്റ് കുറഞ്ഞതാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ 4 സ്റ്റിക്ക് ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് അത് നിൽക്കുന്ന, അതായത് നമ്മൾ മുകളിലത്തെ കേക്ക് എവിടം വരെയാണോ നിൽക്കുന്നത് അതൊന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അതൊന്ന് താഴത്തെ ടയറിൽ വെച്ച് കൊടുത്തതിന് ശേഷമാണ് മുകളിലത്തെ കേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സപ്പോർട്ടായിട്ട് അങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ നല്ല വെയിറ്റുള്ള കേക്കാണെങ്കിൽ ചിലപ്പോൾ ഈ താഴത്തെ കേക്ക് അങ്ങനെ ഒന്ന് പതിഞ്ഞ് അങ്ങനെ താഴ്ന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. വെയിറ്റ് കുറഞ്ഞതാണെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കണമെന്നില്ല. ഞാൻ 1.5 കിലോയൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് കൊടുക്കാറൊന്നുമില്ല. ഡയറക്റ്റ് എടുത്ത് വെച്ച് കൊടുത്ത ശേഷം 2ഉം കൂടി അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു സ്റ്റിക്ക്, 1-2 സ്റ്റിക്ക് കൊടുക്കും, അത്രേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതിന് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, വെയിറ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാൽ നമുക്ക് ഇതേപോലെ കളറൊക്കെ കൊടുത്തിട്ട് ഫൈനൽ കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം, ക്രീമൊന്നും എങ്ങും ടച്ചായി പോവാതെ നല്ല കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ച് കൊടുക്കാം, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെ നല്ല സെറ്റായ കേക്കാണെങ്കിൽ, സെറ്റ് ആകാതിരിക്കുമ്പോഴാണ് നമ്മൾ കേക്ക് ഇങ്ങനെ ബോഡിയിൽ നിന്ന് ഇളക്കി മാറ്റുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇളക്കി മാറ്റാനും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ഒരു അത്രയും, അതായത് കേക്ക് ബോർഡ് നമ്മൾ ആദ്യത്തെ ചെറിയ കേക്ക് ഉണ്ടല്ലോ, ആ ബോർഡിൽ നിന്ന് എടുത്ത് ഇതിൻ്റെ അടുത്തേക്ക് വരുന്ന സമയം തന്നെ ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്നൊക്കെ പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് സെറ്റായിട്ടിരിക്കാനും നമ്മൾ എവിടെയാണോ കറക്റ്റ് ആ ഒരു പാലറ്റ് നൈഫ് കൊണ്ട് പിടിക്കുമ്പോൾ അത് കറക്റ്റ് അവിടെ തന്നെ ഇരുന്നോളും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഞാൻ ഇതേപോലെ പേര് ഫോണ്ടന്റിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതും ഇതേപോലെ ഒന്ന് അതിൻ്റെ സൈഡിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ മോഡൽ തന്നിട്ടുണ്ടായിരുന്നു, അതനുസരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു എൻഗേജ്മെൻറ്റ് കേക്കായിരുന്നു. കളർ കോമ്പിനേഷനും കസ്റ്റമർ പറഞ്ഞതനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത്. തന്ന മോഡലിൽ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനായിരുന്നു. അപ്പോൾ അത് വേണ്ട, മാറ്റിയിട്ട് ഇതാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതനുസരിച്ച് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3 ഫ്ലവറും കൂടി അതിൻ്റെ മുകളിൽ വെക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്ലവർ അവിടെ വെച്ച ശേഷം ഈ ഡിസൈനൊക്കെ ചെയ്തതിന് ശേഷം ഫ്ലവർ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതവിടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഡിസൈൻ എല്ലാം ചെയ്തതിന് ശേഷം ഫ്ലവർ സത്യത്തിൽ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ വെക്കാൻ മറന്നുപോയി. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ ശേഷമാണ് ആ ഫ്ലവർ അടുത്തിരിപ്പുണ്ടെന്നുള്ളത് മനസ്സിലായത്. പിന്നെ ഫ്ലവറും കൂടി അത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബോർഡറായിട്ടൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇത്ര തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്.
അത് കഴിഞ്ഞിട്ട് കുറച്ച് ഷുഗർ ബോൾസ്, അതായത് വലുതും ചെറുതുമായിട്ടുള്ള 2 ടൈപ്പിലുള്ള ഷുഗർ ബോൾസും കൂടി, സിൽവറിൻ്റെ ആണ്, അതും കൂടി ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടൊക്കെ കേക്ക് ചെയ്യുന്നവർക്ക് ഈ 2 ടയർ കേക്കിൻ്റെയൊക്കെ ഓർഡർ വരുന്ന സമയത്ത് നല്ല ടെൻഷനായിരിക്കും. പക്ഷേ ടെൻഷനൊന്നും അടിക്കാതെ ഞാൻ ഈ പറഞ്ഞതുപോലെ, അതായത് തലേ ദിവസം തന്നെ കേക്ക് ഫൈനൽ കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം ഒന്ന് സെറ്റാക്കിയ ശേഷം ഇതേപോലെ എടുത്ത് പതിയെ അതിൻ്റെ മുകളിൽ, അതായത് നമ്മൾ മുകളിലത്തെ ടയർ ചെയ്യുന്ന ആ കേക്ക് ബോർഡിനകത്ത് ഒട്ടും ക്രീമൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാതെ വേണം കേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അതായത് നമ്മളിങ്ങനെ കേക്ക് ബോർഡിൽ നിന്ന് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഇളക്കി എടുക്കുന്ന സമയത്ത് അത് നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ ഇളകി വരണം. അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ക്രീം വെച്ച് കൊടുത്താൽ അത് കുറച്ച് അവിടെ നിന്ന് ഒട്ടിയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ക്രീം വെക്കാതെ നമുക്ക് എന്തായാലും അത് ഇളക്കി എടുക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ക്രീം വെക്കാതെ കേക്ക് ലെയർ വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം കേക്ക് ഇതേപോലെ നല്ല സെറ്റായതിനു ശേഷം നമ്മൾ ഡെലിവറി ചെയ്യുന്നതിന് കുറച്ച് മുന്നേ, അതായത് കസ്റ്റമർ വരുന്ന ആ ടൈമിൽ എടുത്ത് വെച്ച് കൊടുക്കരുത്. കാരണം നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാനുള്ള ടൈമും കൂടി നോക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടി. കുറച്ച് നേരത്തെ തന്നെ എടുത്തൊന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളൊന്ന് സമാധാനത്തിൽ ചെയ്താൽ മതി. ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു കറക്റ്റ് ടൈമിനൊന്നും എടുത്ത് വെച്ച് കൊടുക്കാതെ കുറച്ച് നേരത്തെ തന്നെ എടുത്ത് വെച്ച് എല്ലാം ഒന്ന് സമാധാനത്തിൽ ചെയ്യാനുള്ള ടൈം കണക്കാക്കി വേണം പിറ്റേ ദിവസം കേക്ക് എടുത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതെല്ലാം ക്ലിയറായി ഫോട്ടോയൊക്കെ എടുത്ത ശേഷം കേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഒരു 1/2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ഇത് പെട്ടെന്ന് വന്നിട്ടുള്ളൊരു ഓർഡറാണ്. അപ്പോൾ കേക്ക് വേണമെന്ന് പറഞ്ഞ ആ ടൈമിൽ തന്നെ പെട്ടെന്ന് തന്നെ കേക്ക് ബേക്ക് ചെയ്ത് വെച്ചു. ക്രീമെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് പെട്ടെന്ന് തണുത്ത ശേഷം ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഫൈനൽ കോട്ടും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസൈനൊന്നും പെട്ടെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ആ ഫൈനൽ കോട്ടും ചെയ്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ട് പെട്ടെന്നൊന്ന് ഡിസൈനൊന്ന് നോക്കി ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് പിന്നെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും ടൈമെങ്കിലും ഫ്രിഡ്ജിനകത്ത് ഇരിക്കുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ മോഡൽ നോക്കുന്ന ടൈമും കൂടി നമുക്ക് കേക്ക് പുറത്തിരിക്കുമല്ലോ. അത് വേണ്ട എന്നുള്ള വിചാരിച്ചിട്ടാണ്, അത്രയും ടൈമെങ്കിലും ഒന്ന് തണുത്ത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്ത ശേഷം ഡിസൈൻ നോക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുള്ള ഒരു ഓർഡറുള്ള ഒരു ഡിസൈനാണ്. ഇതേപോലെ ഒരു റിങ് വെച്ച് കൊടുത്തൊന്ന് മാർക്ക് ചെയ്ത ശേഷം ബ്രൗൺ കളറൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അത് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. പൈപ്പ് ബാഗിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇതേപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് പിങ്കും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്ലവറാണ് അതിൻ്റെ മുകളിലേക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പെറ്റൽ മാത്രം, അതായത് ഫ്ലവറായിട്ട് ചെയ്തിട്ടില്ല, ഓരോ പെറ്റൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെ, അതായത് ജസ്റ്റ് ഒരു ഇതളിങ്ങനെ ആ ലൈനിൻ്റെ പുറത്ത് ഇരിക്കുന്ന രീതിയിൽ മാത്രമേ ഫ്ലവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് സെൻറ്ററിൽ ഞാൻ പേര് എഴുതുന്ന സമയത്ത് ക്രീം കൊണ്ട് എഴുതുമ്പോൾ കറക്റ്റായിട്ട് ചിലപ്പോൾ സ്പേസ് തികയാതെ വരും. 1/2 kg ആയിരുന്നു. കുറച്ച് 2 പേരുണ്ടായിരുന്നു എഴുതാൻ. 2 പേരുടെ ബർത്ത്ഡേ ആയിരുന്നു, ഒരുമിച്ച് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്പേസ് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോണ്ടന്റിലാണ് പേര് എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലീഫും കൂടി വേണമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ലീഫ് വെക്കാത്തത് നന്നായി എന്നെനിക്ക് തോന്നി. ലീഫ് ആദ്യം ചെയ്യാൻ പോയതാണ്, പിന്നെ ഞാൻ എന്തോ സമയക്കുറവുകൊണ്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലീഫ് വെച്ചിരുന്നെങ്കിൽ അത് ബോറായി പോയതിനെന്ന് പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ബ്രൗൺ കളർ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് തന്നെയാണ് ബോർഡറും കൂടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള പെറ്റിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള നോസിൽ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ നോസിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ നോസിൽ ഏതാണെന്ന് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അതേപോലെ കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോയിൽ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്യണുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു മുട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നോസിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സ്റ്റെമ്മ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൈപ്പ് ബാഗിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് എടുത്തതേ ഉള്ളൂ. നോസിലൊന്നും ഇടാതെയാണ് അത് ചെയ്തിട്ടുള്ളത്. അത് ജസ്റ്റ് കുറച്ചൊന്ന് കട്ടിക്കാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മുന്നേ ചെയ്തിട്ടുള്ളത്. അതിന് മുന്നേ ദിവസം ഇട്ട വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതായിരുന്നു. ഇത് കുറച്ചും കൂടി കട്ടിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതാണ് കുറച്ച് കട്ടിയുള്ള സ്റ്റെമ്മായിട്ട് അത് കാണിക്കുന്നത്. അതിന് നോസിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. മുട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നോസിലാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. പെട്ടെന്ന് വന്നിട്ടുള്ള ഓർഡർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം ഇങ്ങനെ ഫോട്ടോസൊക്കെ നോക്കി സമയം കളയാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആദ്യം ഇങ്ങനെ കണ്ണിൽപ്പെട്ട ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷെ കസ്റ്റമർ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെയും പോലെ പറയുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി, അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നോസിൽ കഴിഞ്ഞ വീഡിയോയിലാണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആ കേക്കിൽ ചെയ്തിട്ടുള്ള നോസിൽ ഏതാണെന്ന്. ഞാൻ നോസിൽ ഇങ്ങനെ ചോദിക്കുന്ന നോസിലല്ല, ഏത് ഡൗട്ടായാലും നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് കമൻറ്റിൽ പറയാം. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു തരണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഏതാണെന്ന് മനസ്സിലായില്ലെങ്കിലോ എന്നൊക്കെ
എന്നൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യങ്ങൾക്കെല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ മറുപടി കറക്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ എന്തായാലും പറഞ്ഞു തരും. ഒന്നുകിൽ ഞാൻ കമൻറ്റിൽ കൂടി പറഞ്ഞു തരാം, ഇല്ല അങ്ങനെ എനിക്ക് പറയാൻ കുറച്ച് നല്ല വിശദീകരിച്ച് തന്നെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അടുത്ത വീഡിയോ കണ്ടാൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസം ഇടുന്ന വീഡിയോയ്ക്കുള്ള കമൻറ്റിനുള്ള മറുപടി എന്തായാലും അടുത്ത വീഡിയോയിൽ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുള്ള ആ നോസിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ.